ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ? ഇന്നത്തെ വിശേഷവും പ്രമോയൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഭാമേനെയും ചന്ദ്രേനെയാണ്. അങ്ങനെ നമ്മുടെ ഭാമ ചന്ദ്രയോട് പറയുകയാണ്, നീ ഇപ്പൊ വേറെ മക്കളെ കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇപ്പൊ സുധിയുടെ വിവാഹം ആദ്യം ഒന്ന് നടക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ശ്രീകാന്തിന്റെ കല്യാണം പണച്ചാക്കിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണോ വേണ്ടോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാന്ന് പറഞ്ഞു. ഏതായാലും ഇതിന് ശേഷം ഭാമേനെയും കൂട്ടി നമ്മുടെ ചന്ദ്ര നേരെ ശ്രുതിയുടെ റൂമിലേക്കാണ് ചെല്ലുന്നത്. ശ്രുതി ഒരുങ്ങിക്കഴിഞ്ഞോ ഇല്ലോ എന്നൊന്നും അറിയില്ല. മുഹൂർത്തമാകാറായി. അപ്പൊ അങ്ങോട്ടേക്ക് ചെല്ലാണ്. അപ്പൊ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴാണ് നമ്മുടെ രേവതി ആ മുറിയുടെ വാതക്കിൽ നിൽക്കുന്നത് കാണുന്നത്. അപ്പൊ രേവതി വേറെ ഒന്നും കൊണ്ടും അല്ലാട്ടോ വാതക്കിൽ നിൽക്കുന്നത്. ശ്രുതി ഇപ്പൊ തന്നെ ഡ്രസ്സ് മാറ്റിയിട്ട് വരും. അപ്പൊ ശ്രുതിനെ കൊണ്ട് ചെല്ലണം എന്നാണ് രവീന്ദ്രൻ രേവതിയോട് പറഞ്ഞയച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ രേവതി വന്ന് ശ്രുതിനെ വിളിച്ചതും ശ്രുതി ഒരുങ്ങി വരുന്നത് നോക്കി വെയിറ്റ് ചെയ്ത് ആ ഒരു മുറിയുടെ വാതക്കൽ നിൽക്കുകയും ചെയ്യുന്നത്. ഇത് കണ്ടത് നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങോട്ട് ഇളകിയില്ലേ. ചന്ദ്ര അങ്ങോട്ട് ചെന്നിട്ട്, എന്താടി നീ ഇവിടെ നിൽക്കുന്നത്? അല്ല, നിന്നോട് ആ പരിസരത്ത് കാണരുതെന്ന് പറഞ്ഞപ്പം നീ ഇപ്പം ദേ ശ്രുതിമോളുടെ അടുത്ത് വന്ന് നിൽക്കുകയാണോ? എന്തിനാ നീ ഇവിടെ നിൽക്കണത്? അത് പിന്നെ അമ്മേ, ഞാനിവിടെ നിൽക്കുന്ന വേറൊന്നും കൊണ്ടും അല്ല. എന്നോട് അച്ഛൻ പറഞ്ഞു പോയി ശ്രുതിനെ കൂട്ടിക്കൊണ്ട് വരാന്. ഓഹോ, പോയി ശ്രുതിനെ കൂട്ടിക്കൊണ്ട് വരാൻ പറയുമ്പോൾ മാത്രം നീ കൂട്ടിക്കൊണ്ട് വരാൻ നീ ആരാ? അതെ, ഞാനൊരു കാര്യം പറയാം. അവള് കല്യാണ വേഷത്തിൽ ഇറങ്ങുന്നതേ നിന്റെ മുമ്പിലേക്കാകരുത് ആദ്യം. അങ്ങനെ വല്ലതും ആയിക്കഴിഞ്ഞാല് നിന്റെ അതേ കണ്ടകശനി അവക്കും കയറി പിടിക്കും. എൻ്റെ പൊന്ന് രേവതി, ഞാനൊരു കാര്യം പറയാം. ദയവ് ചെയ്ത് നീ ഈ കല്യാണ സ്ഥലത്ത് നിന്നൊന്ന് പോയി തരുമോ? നീ ഇവിടെ നിന്ന് പോയി തരാൻ പറ്റുമോ നിനക്ക്? എൻ്റെ മകൻ്റെ കല്യാണം ഞാൻ സമാധാനത്തോടെ ഒന്ന് കണ്ടോട്ടെ. നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ വിവാഹം സമാധാനത്തോടെ എനിക്ക് കാണാൻ പറ്റത്തില്ല. കാരണം നീ വെറും എരണം കെട്ടവളാണ്. നീ എവിടെ ചെല്ലുന്നോ അവിടെയൊക്കെ മുടിഞ്ഞു പോകും. ഇനിയിപ്പം ദേ മന്ത്രകോടിയൊക്കെ ഉടുത്ത ശ്രുതിമോൾ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പോകുന്നത്. അതിൻ്റെ മുമ്പിൽ അപശകുനമായിട്ട് നിൽക്കാതെ മാറിപ്പോടിയെന്ന് പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ രേവതിക്ക് എന്ത് പറയണമെന്നറിയില്ല. രേവതിയുടെ കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞങ്ങോട്ട് ഒഴുകുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മളെ ഒരാള് എരണം കെട്ടവള്, അതുപോലെ തന്നെ മുടിഞ്ഞവള്, നശൂർണം, നീ ഇരിക്കുന്നിടം വാഴില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ഫീല്. അപ്പൊ രേവതി അത്രമാത്രം കടിച്ചു പിടിച്ച് അവിടെ നിന്നു. ഏതായാലും ഇത് കേട്ടതും നമ്മുടെ രേവതി കരഞ്ഞുകൊണ്ട് മാറി അങ്ങ് പോയി കേട്ടോ. മാറി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഭാമ പറഞ്ഞു, എന്താടി നീ കാണിക്കുന്നത്? എന്തിനാടി വെറുതെ നീ ആ പെങ്കൊച്ചിനായിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കുറ്റം. ദേ ഭാമേ, നീ ഉണ്ടല്ലോ എൻ്റെ കെട്ടിയനെ പോലെ അവളെ കൂട്ടുപിടിക്കരുത് കേട്ടോ. അവൾ ആരാന്നാ നിന്റെ വിചാരം? അവള് ഏതോ പൂക്കാരി, എവിടെന്നോ വന്നൊരു പൂക്കാരി. എങ്ങനെയോ എൻ്റെ കുടുംബത്തിൽ വന്ന് കയറി. അന്ന് തുടങ്ങിയ ദുരിതമാ. അത് നിനക്കറിയാലോ. നിനക്ക് പറയാൻ പറ്റുമോ അല്ലാതെയാ എൻ്റെ കുടുംബത്തിൽ ദുരിതം ഉണ്ടായതെന്ന്? അവളെ എന്ന് എൻ്റെ ഭർത്താവ് കണ്ടുമുട്ടിയോ അന്ന് തുടങ്ങിയ ദുരിതം എൻ്റെ കുടുംബത്തിൽ. എൻ്റെ ഈശ്വര, എൻ്റെ ശ്രുതിമോള് കയറി വരാൻ പോവുക. ആ ദുരിതം അപ്പോഴെങ്കിലും തീർന്നാൽ മതിയായിരുന്നു. എൻ്റെ ശ്രുതിമോളുണ്ടല്ലോ ഐശ്വര്യമുള്ള പെൺകുട്ടിയാ. അവളുടെ മുഖത്തിൻ്റെ ആ ഒരു ഐശ്വര്യമേ, അത് പ്രത്യേക ഐശ്വര്യം തന്നെയല്ലേ ഭാമേ? അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അയ്യോ, നമ്മളിവിടെ വന്നത് ശ്രുതിനെ കൂട്ടിക്കൊണ്ട് പോകാനല്ലേ. മോളെ ശ്രുതി, വാതിൽ തുറക്ക. മോളെ ശ്രുതി എന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്ര വിളിക്കുകയാണ്. അപ്പൊ ശ്രുതി പെട്ടെന്ന് പേടിച്ച് മീരോട് പറഞ്ഞു, അയ്യോ ദേ അമ്മയും വന്നിട്ടുണ്ടല്ലോ. അമ്മയെന്നല്ല, ആൻറ്റിയും വന്നിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ എന്താടി ചെയ്യേണ്ടത്? എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണോ? ഏതായാലും രണ്ടും കൽപ്പിച്ചല്ലേ നീ പറഞ്ഞത്. എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണെങ്കിലും അറിയാത്ത വരവാണെങ്കിലും വാതിൽ തുറക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വാതിൽ തുറക്കാം എന്നും പറഞ്ഞ് വാതിൽ തുറന്നു. വാതിൽ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ആണെങ്കിൽ വേഷം മാറിയിട്ടേ ഇല്ല. അങ്ങനെ ചന്ദ്ര പറഞ്ഞു, എന്താ മോളെ ഇത്? മോളെന്താ സാരി ഒന്നും ഉടുക്കാത്തത്? അത് പിന്നെ ഞാൻ ഇപ്പം തന്നെ റെഡിയാകാം ആൻറ്റി. ഞാനുണ്ടല്ലോ വേറൊന്നുമല്ല, എനിക്ക് കുറച്ച് റിലേറ്റീവ്സിനെയും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഫോണിൽ കൂടെ വിളിച്ചുകൊണ്ടിരിക്കുക. അവരെയൊന്നും കല്യാണത്തിന് ക്ഷണിക്കാൻ പറ്റിയില്ലല്ലോ. മോളിപ്പോൾ ഒരുങ്ങാൻ നോക്ക്. അതൊക്കെ കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിഞ്ഞ് നമുക്ക് അവരെ ഫോണിൽ കൂടെയൊക്കെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യാമല്ലോ. മോള് പെട്ടെന്ന് ഒരുങ്ങി അങ്ങോട്ടേക്ക് വന്നേ. പിന്നെ ഉണ്ടല്ലോ വേറെ ആരും വന്നാൽ വാതിലൊന്നും തുറക്കാൻ നിൽക്കണ്ട എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ഏതായാലും ഇത് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോയി. ചന്ദ്ര അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു, എടി സുധീനെ കണ്ടില്ലല്ലോടി, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഒരുങ്ങി
നവവധുവിനെ പോലെ അവിടെ ചെന്ന് നിന്നിട്ട് ലാസ്റ്റ് നാണം കിടേണ്ട ഒരു അവസ്ഥ വരുമോ? എന്താണെങ്കിലും നീയല്ലേ വരുത്തി വെച്ചത്, നീ ഏതായാലും സാരിയൊക്കെ കൊടുക്കുക, നമുക്ക് ഒരുങ്ങി രണ്ടും കൽപ്പിച്ച് അങ്ങോട്ടേക്ക് ചെല്ലാം, അല്ലാതെ ഇനിയിപ്പം വേറെ നിവർത്തിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഏതായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നവീനെ തന്നെയാണ്. അപ്പം നവീൻ ഇങ്ങനെ സച്ചിയുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ വീണ്ടും നമ്മുടെ നവീന് ഒരു കോള് വന്നു. ആ കോളില് ഈ ഒരു കല്യാണത്തെക്കുറിച്ചും അവളെ നശിപ്പിക്കണം, അവളുടെ കഴുത്തിൽ വേറെ ആരും താലി കെട്ടാൻ പാടില്ല, അവളെ കൊണ്ടുപോയി എവിടെയെങ്കിലും വിൽക്കണം എന്ന ഈ വാക്കുകൾ തുരുതുര ഉപയോഗിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ സച്ചിക്ക് എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലായി. സച്ചി പതുക്കെ കണ്ണാടിയൊക്കെ ഒന്ന് തിരിച്ചു വെച്ചിട്ട് ഒന്ന് നോക്കി, ഇയാൾ എന്താ ഈ സംസാരിക്കുന്നത് എന്നറിയില്ലല്ലോ. എന്നിട്ട് സച്ചി മനസ്സുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ഈശ്വര സച്ചി നീ അടങ്ങ്, നീ നിന്റെ കാര്യം നോക്കിയാൽ പോരെ, നീ എന്തിനാ മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നത്, ഒന്നാമത് വാടക വണ്ടിയാ, നിനക്ക് ഓട്ടം കിട്ടിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് സച്ചിനെ തന്നെ ഇങ്ങനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. പക്ഷെ നമ്മുടെ സച്ചിയുടെ സ്വഭാവം അനുസരിച്ച് സച്ചി നെറുകേട് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ പ്രതികരിക്കുന്ന കൂട്ടത്തിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സച്ചിക്ക് ഒരു പേടി, ഞാൻ പ്രതികരിച്ചു പോയാൽ ചിലപ്പം പൈസ കിട്ടാതെ വരും, പിന്നെ അത് ഒക്കെ വലിയ പ്രശ്നമാവുമല്ലോ. അപ്പൊ ഏകദേശം അടങ്ങിയിരിക്കുന്ന സീൻ തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇതിനിടയിലായിക്കോട്ടെ അയാൾ ഫോണൊക്കെ വെച്ചിട്ട് പറയുന്നുണ്ട്, അതെ ഒരു കാര്യം ചെയ്യ ഡ്രൈവർ, ഒരു അടിച്ചുപൊളി പാട്ടിട്ടെ, എനിക്ക് വല്ലാത്ത സന്തോഷമുള്ള ദിവസമായി എന്ന് പറയാണ്. അപ്പം സച്ചി പറയാണ്, അതെ ഇതില് പാട്ടില്ല, ഞാൻ പാട്ടങ്ങനെ വെക്കാറില്ല, ഇവിടെ പാട്ടൊന്നും വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഈ വണ്ടിക്കകത്ത്. അപ്പോഴത്തേക്കും ആണോ, എങ്കിൽ പിന്നെ കുഴപ്പമില്ല, എൻ്റെ ഫോണിലെ പാട്ട് ഞാൻ കേട്ടോളാം, ഇന്ന് എനിക്ക് സന്തോഷമുള്ള ദിവസമാണ്, കാത്തിരുന്ന് അവളെൻ്റെ കയ്യിൽ വരുന്ന ദിവസം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഏതവളാ എന്തവളാ എന്നൊന്നും അറിയില്ല കേട്ടോ നമ്മുടെ സച്ചിക്ക്. ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി ഒരുങ്ങി ഇറങ്ങി വരികയാണ്. അങ്ങനെ ശ്രുതി ഒരുങ്ങി ഇറങ്ങി വരുമ്പോ തന്നെ പേടിച്ചു വിറച്ചാണ് കേട്ടോ വരുന്നത്. എന്താകും ഏതാകും എന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ സുധീനെ കാണുന്നുമില്ല. അപ്പൊ സുധീനെ കാണാത്തത് കൊണ്ട് തന്നെ വല്ലാത്തൊരു പേടിയും പരിഭവവും എന്താ പറയാ പരിഭ്രാന്തിയൊക്കെ ആയിട്ട് നമ്മുടെ ശ്രുതി വന്നുകൊണ്ടിരിക്കുന്ന സീൻ കാണിക്കുന്നു. അതിന്റെ കൂടെ തന്നെ നമ്മുടെ രേവതിനെ ശ്രുതിയുടെ അമ്മ ഫോൺ വിളിക്കുകയാണ്. അപ്പൊ രേവതി അവിടുത്തെ പെൺകുട്ടിയാണെന്ന് അറിയാലോ, നമ്മുടെ രേവതിനെ കുറിച്ച് അറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ രേവതിനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതിയുടെ വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പം ഒന്നാമത് ശ്രുതി വിളിച്ചപ്പോൾ ഇന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ, ശ്രുതി വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ്, അമ്മ ദയവ് ചെയ്ത് എന്നെ വിളിക്കരുത്, ശല്യം ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രേവതിനെ വിളിക്കുന്നത് ശ്രുതിയുടെ അമ്മ. അങ്ങനെ ശ്രുതിയുടെ അമ്മ രേവതിനെ വിളിച്ചു. അപ്പൊ രേവതി ഫോൺ കോൾ കണ്ടപ്പോൾ തന്നെ അയ്യോ ഇത് ആദിയുടെ അമ്മമ്മയാണല്ലോ, ഏതായാലും എടുക്കാന്നൊക്കെ പറഞ്ഞ് ഫോൺ എടുത്തിട്ട് എന്താ ഇപ്പൊ ആന്റി ഇങ്ങോട്ടേക്ക് വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അല്ല മോളെ, ഞാനേ വെറുതെ വിളിച്ചതായിരുന്നു. അതെ ഇവിടെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇന്ന് എൻ്റെ ഭർത്താവിൻ്റെ ഏട്ടൻ്റെ കല്യാണമാണെന്ന്? ഓ മോള് പറഞ്ഞായിരുന്നല്ലോ, അതെന്താ ആന്റി വരാതിരുന്നത്? ആന്റിക്ക് വരത്തില്ലായിരുന്നോ? അത് പിന്നെ മോളെ എനിക്കിവിടെ കുറച്ച് കാര്യങ്ങളും തിരക്കൊക്കെ ഉണ്ട്. എന്താ കല്യാണം എവിടം വരെയായി? കല്യാണം ഏതായാലും നടക്കാറായിട്ടുണ്ട്. അല്ല എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല എന്തു കുഴപ്പത്തിൻ്റെ കാര്യമാ ആൻറ്റി പറയുന്നത്? അല്ല ഒരു പ്രശ്നവും കൂടാതെ നല്ല രീതിയിൽ വിവാഹം നടക്കുമല്ലേ എന്ന് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രശ്നവും. അല്ല പെണ്ണെന്തിയെ? പെണ്ണെ ഒരുങ്ങാൻ വേണ്ടി കയറിയേക്കുക. ഏതായാലും പെണ്ണിപ്പം തന്നെ ഒരുങ്ങി ഇറങ്ങി വന്നാൽ ഉടനെ തന്നെ വിവാഹം നടക്കും. ആണോ മോളെ? അല്ല മോളെന്നോട് വിവരങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ, ആ പെൺകുട്ടിക്ക് ആരും ഇല്ലാത്ത പെൺകുട്ടിയാണെന്നും അച്ഛൻ മാത്രമേ ഉള്ളെന്നൊക്കെ. അതുകൊണ്ട് എന്തോ അത് കേട്ടപ്പോൾ മുതലേ എനിക്ക് ചെറിയൊരു വിഷമം, അതുകൊണ്ടാട്ടോ ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഏതായാലും ആന്റിക്ക് ഇങ്ങോട്ട് വരായിരുന്നു, എങ്കിൽ പിന്നെ കല്യാണം കൂടിയിട്ട് പോകാമായിരുന്നല്ലോ. അതിന്റെ കാര്യമില്ല മോളെ, ഞാൻ ഇനിയിപ്പോൾ അവിടെ വരെ വരണം, അതുപോലെ തന്നെ മോൻ്റെ ക്ലാസ് ഒക്കെ പോവില്ലേ, സാരമില്ല, കല്യാണം നല്ല രീതിയിൽ തന്നെ നടക്കുകയാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, ഒരു സമാധാനത്തിന് വേണ്ടി. അല്ല ആന്റിക്ക് എന്താ ഒരു ടെൻഷൻ? എനിക്ക് ടെൻഷനൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ ആരോരും ഇല്ലാത്ത പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ വിവാഹം അത് നടന്നു കാണണമെന്ന് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്, അതുകൊണ്ടാന്ന് പറഞ്ഞു. ഓക്കെ ആന്റി, അതിനിപ്പോൾ എന്താ, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി ഫോൺ കട്ട് ചെയ്തു. എന്നാലും രേവതിക്ക് ഒരു ചെറിയൊരു സംശയം പോലെ ഉണ്ട് കേട്ടോ. രേവതി ഒന്ന് ഇച്ചിരി നേരം രേവതി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം വെയിറ്റ് ചെയ്തല്ല, ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയം കാണിക്കുന്നത് നമ്മുടെ ശ്രുതി വിവാഹവേദിയിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോഴത്തേക്കും നേരെ എതിരായിട്ട് നമ്മുടെ സുധീനെ കണ്ടു. സുധീനെ കണ്ടത് വിവാഹ വസ്ത്രമൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ സുധിയുടെ മുഖത്ത് പഴയ പോലത്തെ ചിരിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല.
അപ്പോഴേക്കും തന്നെ നമ്മുടെ മീര പറഞ്ഞു, എടി ശ്രുതി പണി പാളിന്നാ തോന്നുന്നത്. ദേ കണ്ടില്ലേ നിന്റെ ചെക്കൻ്റെ മുഖം ഇരിക്കുന്നത്, വീർത്ത് കെട്ടിയിരിക്കുന്നത്. ഇത്ര നേരം ചിരിച്ച് കളിച്ച് നടന്നുകൊണ്ടിരുന്ന ശ്രുതിയാണോ? ദേ ഇപ്പം നീ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രുതിയുടെ കിളി വീണ്ടും പോയി. ശ്രുതി പറഞ്ഞു, എടി ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമാവോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം നേരെ തന്നെ നമ്മുടെ ശ്രുതിയും വരുന്നുണ്ട്. അപ്പോൾ ശ്രുതി വന്നു. ശ്രുതി വന്ന ഉടനെ തന്നെ ശ്രുതി ചോദിച്ചു, അല്ല എന്തു പറ്റി ശ്രുതിക്ക് എന്താ പറ്റിയത്? ഞാൻ പറഞ്ഞതൊന്നും ശ്രുതിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലല്ലേ എന്ന് ചോദിച്ചപ്പം, എന്ത് പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റുന്നില്ലെന്ന്? അല്ല ഞാൻ ഫോണിൽ കൂടെ നീ ഫോണിൽ കൂടെ പറഞ്ഞ കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ കേട്ടില്ല ശ്രുതി. അപ്പം ഞാൻ പറഞ്ഞൊന്നും ശ്രുതി കേട്ടില്ല? ഇല്ല. അപ്പോൾ ഒരു സംഭവം നടന്നു. എന്താണെന്നറിയാമോ? നീ പറയാൻ തുടങ്ങിയതും എൻ്റെ അച്ഛൻ വന്നു എൻ്റെ കയ്യിൽ നിന്ന് ഫോണും മേടിച്ചോണ്ട് അങ്ങ് പോയി. എൻ്റെ അച്ഛൻ ഫോൺ മേടിച്ചോണ്ട് പോയി സ്വിച്ച് ഓഫും ചെയ്ത് വെച്ചു. സമയമായി, അതുകൊണ്ട് ഡ്രസ്സ് മാറിയിട്ട് വരാൻ പറഞ്ഞു. അതുകൊണ്ട് നീ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി എൻ്റെ ഈശ്വര എന്തോ പോലെ ആയിപ്പോയി. ശ്രുതി സത്യം പറഞ്ഞിട്ടുണ്ട് എല്ലാം അറിഞ്ഞിട്ട് വിവാഹം കഴിക്കാനായിരുന്നു ശ്രുതിക്ക് ഒന്നുകൂടെ താല്പര്യം. പിന്നെ ഇതിൻ്റെ ഇടയിൽ പ്രശ്നങ്ങളൊക്കെ നടന്നാലോ എന്നൊക്കെ ഓർത്തിട്ട്, പക്ഷേ എന്തോ നമ്മുടെ ശ്രുതി കേട്ടില്ല എന്ന് പറഞ്ഞ ആ ഒരു നിമിഷവും ശ്രുതിക്ക് എന്തോ ഒരു സമാധാനം കിട്ടുന്നുണ്ട് കേട്ടോ. ഏതായാലും നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇനിയിപ്പം നീ ഒന്നും പറയാൻ നിൽക്കണ്ട, വിവാഹം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, എല്ലാവരും അവിടെ തിരക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും തന്നെ അവിടെ നിന്ന് പതുക്കെ എല്ലാവരും അച്ഛമ്മയും അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രനും പിന്നെ രേവതിയുടെ അമ്മയും ഒക്കെ വരികയാണ്. അങ്ങനെ വിവാഹവേഷത്തിൽ കണ്ടപ്പോൾ തന്നെ നമ്മുടെ രേവതിയുടെ അമ്മ പറഞ്ഞു, അയ്യോ നല്ല സാരി ആട്ടോ മോളെ, ഏതായാലും മോക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം, അത് ശ്രുതിയുടെ അമ്മ എടുത്ത് തന്ന സാരിയാ. ഏതാണെങ്കിലും നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛമ്മയും പറഞ്ഞു, അവൾക്ക് ഇത്രയ്ക്ക് സെലക്ഷൻ ഒക്കെ ഉണ്ടോ, കൊള്ളാലോ, നല്ല സാരിയാണല്ലോ, ഏതായാലും മോള് സുന്ദരി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെയാണ് രേവതിയുടെ അമ്മ ചോദിക്കുന്നത്, ലക്ഷ്മി ചോദിക്കുന്നത്, അല്ല മോളെ മോളുടെ അച്ഛനെ മോൾ വിളിച്ചായിരുന്നോ? അത് ഇല്ല ആൻറ്റി. ഞാൻ പറഞ്ഞതല്ലായിരുന്നു മോളുടെ അച്ഛനെ വിളിക്കണമെന്ന്. ഈ ഒരു സമയത്ത് അച്ഛൻ്റെയൊക്കെ അനുഗ്രഹം കിട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു അനുഗ്രഹം തന്നെയല്ലേ, വല്ലാത്തൊരു പുണ്യം തന്നെയല്ലേ. അവരെത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും മോളെ ഈ വേഷത്തിൽ കാണാനായിട്ട്. അപ്പം അച്ഛമ്മ പറഞ്ഞു, അല്ല മോളെ ശ്രുതി, നിന്റെ അച്ഛനെ ഇതുവരെ നീ വിളിച്ചില്ലേ? നീ അച്ഛനെ വിളിച്ചൊന്നും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി അവിടെ നിൽക്കുക. ശ്രുതിയോട് ചോദിച്ചു, അല്ല ശ്രുതി, എന്താ ശ്രുതി നീ ഒന്നും മിണ്ടാത്തത്? നീ ഇവളുടെ അച്ഛനോട് ഇതുവരെ സംസാരിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും രേവതിയുടെ അമ്മ പറഞ്ഞു, അല്ല ഇതുവരെ സംസാരിച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇപ്പം ഈ വീഡിയോ കോളൊക്കെ ചെയ്യാലോ, മോളുടെ അച്ഛനെ വിളിച്ചിട്ട് ഈ വേഷം ഒന്ന് മോള് കാണിച്ചു കൊടുക്ക്, മോളുടെ അച്ഛന് ഒത്തിരി സന്തോഷമാകും, നിങ്ങളുടെ പിണക്കമൊക്കെ മാറുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഇങ്ങോട്ട് വന്നു. ഇവർ കൂടി നിൽക്കുന്ന അപ്പോഴാണ് ചന്ദ്രയെ ഭാമയും കണ്ടത്. പിന്നെ ചന്ദ്ര ഓടിപ്പടിച്ച് വന്നപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ശ്രുതി ഒരൊറ്റ കരച്ചിലായിരുന്നു. കരഞ്ഞിട്ട് ചന്ദ്രയുടെ തോളിലേക്ക് അങ്ങ് വീണിട്ട്, എനിക്ക് വയ്യ, ഞാൻ ഈ കല്യാണത്തിനില്ല, ഞാൻ അന്നേ പറഞ്ഞതല്ലേ എൻ്റെ അച്ഛനെ ഞാൻ അംഗീകരിക്കില്ലെന്ന്, എൻ്റെ അച്ഛനെ അംഗീകരിക്കുകയാണെങ്കിലേ ഞാൻ ഇപ്പം തന്നെ ഇവിടുന്ന് പോവുക, എനിക്ക് ഈ കല്യാണം കഴിക്കണ്ട എന്നും പറഞ്ഞ് അങ്ങോട്ട് കരയാനും തുടങ്ങി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര, ഇവിടെ ആർക്കാ ഇത്രയ്ക്ക് സൂക്കേട്, ഇവളുടെ അച്ഛനെ വിളിക്കണമെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര നിർബന്ധം, ആരാ മോളോട് ഇതൊക്കെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പം ശ്രുതി പറഞ്ഞു, വേറെ ആരുമല്ല, രേവതിയുടെ അമ്മയാന്ന് പറഞ്ഞു. ഉടനെ രേവതിയുടെ അമ്മയുടെ മെക്കിട്ട് കയറാൻ അങ്ങോട്ട് ചെന്നില്ല. നിങ്ങൾക്ക് എന്താ അഭിപ്രായം പറയാനുള്ള അവകാശമുള്ളത്? ഒരിക്കലും എന്താ പറയുക, ഒരിക്കലും നല്ല ഒരിടത്തും ഇല്ലാത്തൊരു പൂക്കാരി വന്നിരിക്കുന്നു, നിങ്ങൾക്ക് പൂവിക്കലല്ലാതെ വേറെ എന്തെങ്കിലും തൊഴിലുണ്ടോ? നിങ്ങളുടെ മകള് ദരിദ്രവാസി ആയതുകൊണ്ട് എൻ്റെ ശ്രുതി കെട്ടുന്ന പെണ്ണും ദരിദ്രവാസി ആകണമെന്നായിരിക്കും നിങ്ങളുടെ ആഗ്രഹം, ഇങ്ങനെയാ മാറ്റതാന്നും പറഞ്ഞങ്ങോട്ട് തുടങ്ങി നമ്മുടെ ചന്ദ്ര. ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്ക് അത്രയ്ക്ക് വൃത്തികെട്ട വാക്കുകൾ, എന്താ പറയുക, ഒരു മര്യാദ കൊടുക്കാത്ത രീതിയിൽ ദരിദ്രവാസികൾ എന്നൊക്കെ വിളിച്ച് ഇങ്ങനെ കളിയാക്കി കേട്ടോ. അപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു, ചന്ദ്രയെ വേണ്ട, ഇത് കുറച്ച് കൂടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇത് കേട്ടിട്ട് നമ്മുടെ രേവതിയും അതുപോലെ തന്നെ ലക്ഷ്മിയൊക്കെ അങ്ങ് വെളിയിലേക്ക് പോവുകയാണ് കേട്ടോ. വല്ലാത്തൊരു അവസ്ഥയായി പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിക്കും ലക്ഷ്മിക്കും അതുപോലെ തന്നെ ആ സഹോദരങ്ങൾക്കും അവരങ്ങ് വെളിയിലും അങ്ങ് മാറിപ്പോയി. അച്ഛമ്മയൊക്കെ പറഞ്ഞു, മോളെ വേണ്ട, സാരമില്ല, അവളുടെ സ്വഭാവം അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും നമ്മുടെ ലക്ഷ്മി രേവതിയോട് പറയുമെങ്കിലും മോൾ ഇത്ര അനുഭവിച്ചുകൊണ്ടാണല്ലോ അവിടെ ജീവിക്കുന്നത് എന്നൊക്കെ നമ്മുടെ ലക്ഷ്മിയും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും വിവാഹ മണ്ഡപത്തിലേക്ക് ചെന്നിരുന്നു രേവതിയല്ല ചന്ദ്ര നമ്മുടെ ശ്രുതിനെ ആശ്വസിപ്പിച്ച് വിവാഹ മണ്ഡപത്തിലേക്ക് ചെന്നിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എന്തോ മാല അങ്ങോട്ട് ശകലം മാറിക്കിടന്നപ്പോൾ നമ്മുടെ രേവതി വന്ന് മാല ഇട്ട് കൊടുക്കാൻ തുടങ്ങിയതിന് പിന്നെ അടുത്തത് പറയാൻ തുടങ്ങി, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് കയറി വന്നത്, ഈ പൂമാലയിൽ തൊട്ടു പോകരുത്, നീ തൊട്ടിട്ടുണ്ടല്ലോ ഇത് അശുദ്ധമാകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങിയപ്പോൾ രേവതി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോയി കേട്ടോ. ഏതായാലും പിന്നെ രേവതി അവിടെ ഇരുന്നില്ല, വിവാഹ മണ്ഡപത്തിലോ ആ ഒരു പരിസരത്തോ നിന്നില്ല, ഇവർ നേരെ കടയുടെ വാതിക്കൽ പോയി നിൽക്കുകയാണ്. അപ്പോൾ ഇതേ സമയം ആയിക്കോട്ടെ വേറൊരു ട്വിസ്റ്റ് നടക്കുകയാണ്. നമ്മുടെ
നവീനിട്ട് നല്ലത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒരു പെണ്ണിന്റെ ജീവിതം തകർക്കാൻ സച്ചി സമ്മതിക്കില്ല. അപ്പൊ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഏതോ ഒരു പെണ്ണിന്റെ ജീവിതം തകർക്കാനാണ് നവീന്റെ ഉദ്ദേശം എന്ന് മനസ്സിലായി. നവീനിട്ട് നല്ലത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. നമ്മുടെ സച്ചി തിരിച്ച് കല്യാണ മണ്ഡപത്തിൽ എത്തും. ഏതായാലും നമ്മുടെ രേവതിയുടെ സങ്കടം സച്ചി കാണാതിരിക്കില്ല. രേവതിനെ കരയിപ്പിച്ച ചന്ദ്രയെ നമ്മുടെ സച്ചി ഓട്ടത്തൊട്ടിയിൽ വെള്ളം കോരിക്കും. ഓട്ടത്തൊട്ടിയാണോ വട്ടത്തൊട്ടിയാണോ അങ്ങനെ എന്ത് തൊട്ടിയിൽ അതിലേതായാലും വെള്ളം കോരിച്ച് അവിടെ ഇട്ട് നമ്മുടെ ചന്ദ്രനെ എന്താ പറയുക അത്രയ്ക്ക് പരുവാക്കും സച്ചി. അപ്പോൾ അതൊക്കെ ഏതായാലും നാളെ കാണില്ലായിരിക്കും, മറ്റന്നാളായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുപോലെ തന്നെ നമ്മൾ 9 മണിക്ക് ലൈവിൽ വരുന്നുണ്ട്. അപ്പോൾ ആരോ ഒരാൾ ചോദിച്ചായിരുന്നു ലിങ്ക് തരാമോ എന്നിങ്ങനെ ഒരാളിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കമ്മ്യൂണിറ്റി കൊടുത്തേക്കാം കേട്ടോ. കമ്മ്യൂണിറ്റി പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. പോസ്റ്റിൻ്റെ മേളിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു അടിപൊളി ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.